ഒരു തിരുത്ത് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ സെൻ മൈൻഡ് ബിഗിനേഴ്സ് മൈൻഡ് എന്ന പുസ്തകം എഴുതിയത് DT സുസുക്കി അല്ല, ഷുൻറിയു സുസുക്കി എന്ന ആളാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ധ്രുവൻ സ്തുതി തുടരുകയാണ്. അവിടുന്ന് നിത്യമുക്തനാകുന്നു. അവിദ്യ മൂലമുളവാകുന്ന ബന്ധങ്ങളും അങ്ങേക്കില്ല. അതുകൊണ്ട് തന്നെ അവിടുന്ന് എപ്പോഴും നിർമ്മലനാകുന്നു. അങ്ങ് സർവവ്യാപിയും അപരിച്ഛിന്നനുമാകുന്നു. അങ്ങേക്ക് വികാരങ്ങളില്ല. അങ്ങേക്ക് ആദിയോ അന്തമോ ഇല്ല. അവിടുന്ന് സർവൈശ്വര്യ പരിപൂർണനും ആദിപുരുഷനും ത്രിഗുണങ്ങളുടെ നിയന്താവും സർവതന്ത്ര സ്വതന്ത്രനും ആകുന്നു. ബോധസ്വരൂപനായ അവിടുന്ന് സകല പ്രാണികളുടെയും ചിത്തവൃത്തിയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനും കർമ്മഫലദാതാവും ആകുന്നു. എന്നാൽ ജീവനാകട്ടെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഗുണങ്ങൾക്കടിമപ്പെട്ടിരിക്കുന്നവനും പൂർണ്ണതയില്ലാത്തവനും അജ്ഞനും കർമ്മങ്ങൾക്ക് വിധേയനും രാഗദ്വേഷാദികളുള്ളതിനാൽ മാലിന്യമുള്ളവനും ജനന മരണങ്ങളുടെ ബന്ധനത്തിൽ കുരുങ്ങിക്കിടക്കുന്നവനും ആകുന്നു. ഇപ്പോൾ പരമമായ ബോധവും ജീവനും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ഈ സ്തോത്രഭാഗത്തിലൂടെ ധ്രുവൻ സൂചിപ്പിക്കുന്നത്. ധ്രുവനിലൂടെ വാസ്തവത്തിൽ വ്യാസഭഗവാൻ സൂചിപ്പിക്കുന്നത്. അവിടുന്ന് നിത്യമുക്തൻ ആകുന്നു. അദ്ദേഹത്തിന് ഒരിക്കലും ബന്ധനം ഉണ്ടായിട്ടില്ല. ബന്ധനം രാഗദ്വേഷാദികളിലൂടെ ഉണ്ടാകുന്നതാണ്. സത്വരജസ്തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ ബോധം ബദ്ധനായതുപോലെ തോന്നും, ബന്ധിക്കപ്പെട്ടതുപോലെ ബോധം തോന്നും. വാസ്തവത്തിൽ പരമമായ ബോധത്തിന് യാതൊരു വിധത്തിലുള്ള ബന്ധനവുമില്ല. അവിടുന്ന് നിത്യമുക്തനാകുന്നു. അവിദ്യ മൂലമുളവാകുന്ന ബന്ധങ്ങളും അങ്ങേക്കില്ല. അവിദ്യ എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ്. അറിവ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ അല്ല. നമ്മൾ ഇന്ന് പറയുന്ന അറിവുള്ളയാൾ എന്ന് നമ്മളൊരാളെ പലപ്പോഴും വിശേഷിപ്പിക്കുന്നത് അയാളുടെ വിവിധ വിഷയങ്ങളിലുള്ള നൈപുണ്യം കാരണമാണ്. ജനറൽ നോളജ് ധാരാളമുള്ള ഒരാൾ അറിവുള്ളയാളാണ് എന്ന് നമ്മൾ പറയും. ആ അറിവല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻഫർമേഷൻ എന്ന രീതിയിലുള്ള അറിവല്ല ഈ പറയുന്നത്. അവിദ്യ എന്ന് പറയുന്നത് ഇഗ്നോറൻസ് ആണ്. അറിവ്, ബോധം, അവയർനെസ് ആണ്. അതുകൊണ്ട് അവിദ്യ എന്ന് പറയുന്നത് അവയർനെസ് ആണ്. ഈ അവയർനെസ് മൂലമാണ് ബന്ധങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത്. അവെയർ ആകുമ്പോഴാണ് ഈഗോ ഉണ്ടാകുന്നത്. പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രത്തിൽ 5 തരത്തിലുള്ള ക്ലേശങ്ങളാണ് ഒരാൾക്കുള്ളത് എന്നാണ് പറയണത്. അവിദ്യ, അസ്മിത, രാഗ, ദ്വേഷ, അഭിനിവേശ, പഞ്ചക്ലേശ. ഈ 5 തരത്തിലുള്ള ക്ലേശങ്ങളിൽപ്പെട്ടാണ് ഒരാൾ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് ഈ ലോകത്തുള്ള എല്ലാവരും ക്ലിഷ്ടമാനസർ ആണ്. അതുകൊണ്ട് തന്നെ ക്ലിഷ്ടമാനസത്തോടു കൂടിയവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ, കലങ്ങിയ മനസ്സോടു കൂടിയവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായി തെളിമയോടെ ഒന്നിനെയും കാണാനോ അറിയാനോ നമുക്ക് സാധിക്കില്ല. കൃത്യമായ അറിവ് ഒന്നിനെപ്പറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ, ഒരു സംഭവത്തെ പറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ, ഒരു ജീവിത സിറ്റുവേഷനെ പറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റെസ്പോൺസ്, നമ്മുടെ പ്രതികരണം കൃത്യമായിരിക്കില്ല. അതുകൊണ്ട് ഈ ക്ലിഷ്ട മനസ്സ് അക്ലിഷ്ട മനസ്സായി തീരണം. അപ്പം മാത്രമേ നമുക്ക് യഥാതഥമായിട്ട് കാര്യങ്ങളെ വിലയിരുത്തി പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഈ ക്ലിഷ്ട മനസ്സിൻ്റെ മുഴുവൻ റൂട്ടും, ക്ലേശങ്ങളുടെ മുഴുവൻ റൂട്ട്, അതിൻ്റെ മൂലസ്ഥാനം അവിദ്യയാണ്.
അവിദ്യ എന്ന് പറയുന്നത് അൺഅവയർനെസ് ആണ്. നമ്മൾ അൺഅവെയർ ആയിരിക്കുമ്പോഴാണ് അസ്മിത, അഹങ്കാരമുണ്ടാകുന്നത്. അയാംനെസ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം, ഞാൻ എന്ന ഭാവം. അഹങ്കാരവും അസ്മിതയും തമ്മിൽ വ്യത്യാസമുണ്ട്. അഹങ്കാരം ഞാൻ എന്ന പ്രവൃത്തി ചെയ്യുന്നയാളാണ്. ഐ ആം ദ ഡൂവർ, ഐ ആം ദ ഡൂവർ ആണ്. ഐ ആം എന്നുള്ളത് പ്രവർത്തിക്കുന്നയാളാകുമ്പോൾ, പ്രവൃത്തി ചെയ്യുന്നയാളാകുമ്പോൾ, പ്രയത്നം ചെലുത്തുന്നയാളാകുമ്പോൾ അത് അഹങ്കാരമാണ്. ഞാൻ എന്ന ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് അസ്മിതയാണ്. യോഗസൂത്രത്തിൽ അഹങ്കാരം എന്നുള്ള പദം ഉപയോഗിക്കുന്നില്ല, അസ്മിത എന്നുള്ള പദം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം അസ്മിത എന്ന് പറഞ്ഞാൽ അയാംനെസ്, ഞാൻ എന്ന ഭാവം ഉണ്ടാകുന്നു. ഞാൻ എന്ന ഭാവം ഉണ്ടാകുമ്പോൾ രാഗദ്വേഷാദികൾ ഉണ്ടാകുന്നു. വേണമെന്നും വേണ്ട എന്നുമുള്ള മനോഭാവം ഉണ്ടാകുന്നു. ചിലതിനോട് ആകർഷണവും ചിലതിനോട് വികർഷണവും ഉണ്ടാകുന്നു. രാഗദ്വേഷങ്ങൾ ഉണ്ടാകിക്കഴിഞ്ഞാൽ അഭിനിവേശം, ക്ലിങ്ങിങ്, അത്യാസക്തി ഉണ്ടാകും. ഈ അഞ്ചും അവിദ്യ, അവിദ്യയിൽ നിന്നുളവാകുന്ന അഹങ്കാരം, അഹങ്കാരം കാരണമുണ്ടാകുന്ന രാഗദ്വേഷങ്ങൾ, രാഗദ്വേഷങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആസക്തി. ആസക്തി പലപ്പോഴും ജീവിതത്തോടാണ് ഉണ്ടാവുക. അഭിനിവേശം എന്നുള്ളതുകൊണ്ട്, അതുകൊണ്ട് ഡിക്ഷണറിയിൽ പലപ്പോഴും അർത്ഥം കാണുക മരണഭയം എന്നൊക്കെ കാണും. ജീവിതത്തിനോടുള്ള, ജീവിക്കുവാൻ വേണ്ടിയുള്ള അത്യാസക്തി. അത് ശരിക്കും മരണം എന്താണ് എന്ന് പരിശോധിക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്നതാണ്. വാസ്തവത്തിൽ മരണം എന്ന് പറയുന്ന ഒരവസ്ഥയില്ല. ഈ ഡെത്ത് എന്താണെന്ന് സയൻസിന് ഇന്നും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഡെത്ത് സർട്ടിഫിക്കറ്റ് തരുമ്പം ഒരു ഏകദേശ രൂപത്തിലാണ് ആ സർട്ടിഫിക്കറ്റ് തരുന്നത്. അതുകൊണ്ടാണല്ലോ ഈ അടുത്ത കാലത്ത് നമ്മൾ പത്രങ്ങളിൽ വായിച്ചില്ലേ, മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ഏതോ മോർച്ചറിയിൽ വെച്ച് മറ്റോ വിരലനക്കുകയും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്ത ഒരാളെ പറ്റി. അങ്ങനെ അനവധി സംഭവങ്ങൾ ലോകമെമ്പാടും ഉണ്ടായിട്ടുണ്ട്. മരിച്ചു എന്ന് ഡോക്ടർമാർ വിധി എഴുതി കഴിഞ്ഞിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർ ധാരാളമുണ്ട്. അപ്പോൾ മരണം എന്താണ് എന്നുള്ളത് ഒരു പ്രഹേളികയാണ്. ആധുനിക ശാസ്ത്രം, ഈ അടുത്ത കാലത്ത് ശാസ്ത്രം മരിച്ചുപോയ ഒരാളുടെ ബ്രെയിൻ ഒരു ലായനിയിലിട്ട് അതിനെ പുനർജീവിപ്പിച്ചു. 24 മണിക്കൂർ നേരത്തോളം അതിൻ്റെ ജീവൻ നിലനിർത്തി എന്നാണ് പറയുന്നത്. 24 മണിക്കൂറിനപ്പുറത്തേക്ക് ഒരു തലച്ചോറിൻ്റെ ബോധത്തെ, തലച്ചോറിൻ്റെ ജീവനെ നിലനിർത്തുന്നത് അണെത്തിക്കലായതുകൊണ്ട് അത് ചെയ്തിട്ടില്ല. അധാർമികമാണത്. കാരണം ഈ തലച്ചോറ് പ്രവർത്തനക്ഷമമാകുമ്പോൾ അതിന് ഓർമ്മകളൊക്കെ ഉണ്ടാകും. തലച്ചോറ് മാത്രമായിട്ട് നിൽക്കുമ്പോൾ ഓർമ്മകളുണ്ടായാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ 24 മണിക്കൂർ മാത്രമേ തലച്ചോറിനെ മരണത്തിന് ശേഷം തലച്ചോറിനെ ജീവിച്ചിരുത്തിയിട്ടുള്ളൂ. ഒരു പക്ഷേ ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ മാറാൻ സാധ്യതയുള്ള ധാർമ്മിക മൂല്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതിനൊക്കെ മാറ്റങ്ങൾ വരാം. അപ്പം മരിച്ച ഒരാളുടെ ബ്രെയിനിന് ഏതോ ഒരു പ്രത്യേക സൊല്യൂഷനിൽ ഇട്ട് വെച്ചപ്പം അതിന് ലൈഫ് വന്നു എന്നാണ് പറയണത്. അപ്പം അത് മരിച്ചതായിരുന്നോ? മരിച്ചൊരു സാധനം അങ്ങനെ പുനർജീവിക്കുമോ? പിന്നെ നമ്മുടെ അവയവങ്ങൾ, മരണാനന്തരം അവയവദാനം നടത്തുന്നു. നമ്മുടെ അവയവങ്ങൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ഒരു പ്രത്യേക നേരത്തേക്ക് ജീവനോടെ ആയിരിക്കുന്നത്. ആ സമയത്തിനിടയ്ക്ക് നമ്മുടെ അവയവങ്ങൾ മാറ്റാം, അവ ദാനം ചെയ്യാം. കണ്ണുകൾ, എൻ്റേതെന്ന് ഞാൻ കരുതുന്ന കണ്ണുകൾ, ഹൃദയം, ലിവർ, കിഡ്നികൾ, ഇതെല്ലാം എനിക്ക് ദാനം ചെയ്യാം. അപ്പോൾ ഇതൊക്കെ വേറൊരാളിലേക്ക് ചേരുമ്പോൾ അതവിടെ ജീവനോടാണ് ഇരിക്കുന്നത്. ഞാൻ എൻ്റെ ശരീരമാണെങ്കിൽ ഇതെല്ലാം എൻ്റെ ഭാഗങ്ങളാണ്, ഞാൻ എൻ്റെ ഭാഗങ്ങളാണ് എങ്കിൽ എൻ്റെ ഒരു ഭാഗം വേറൊരാളുടെ ശരീരത്തിൽ ജീവനോടെയല്ലേ ഇരിക്കുന്നത്. അപ്പം എൻ്റെ ജീവനും അയാളുടെ ജീവനും അങ്ങനെ 2-3 ജീവന്മാർ ഒരു ശരീരത്തിലുണ്ടാവുമോ?
അപ്പം അങ്ങനെ 2-3 ജീവന്മാർ ഒരു ശരീരത്തിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഒരു ജീവനേ ഉള്ളൂ ഈ ലോകത്ത്, ഒരു ബോധമേ ഉള്ളൂ ഈ ലോകത്ത്. അപ്പം എൻ്റെ അവയവങ്ങളെല്ലാം ഞാൻ മരിച്ചു കഴിഞ്ഞാലും ജീവനോടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ ശരീരമാണ് എന്ന് അഭിമാനിക്കുന്ന ഒരാൾ വാസ്തവത്തിൽ മരിച്ചു എന്ന് വൈദ്യന്മാർ വിധി എഴുതി കഴിഞ്ഞാലും വാസ്തവത്തിൽ മരിച്ചോ? മരണമെന്നൊന്നുണ്ടോ? രൂപാന്തരം മാത്രമല്ലേ ഉള്ളൂ. ജീവൻ, ബോധം നിത്യമല്ലേ? അതിൻ്റെ കുത്തൊഴുക്കിൽ മുന്നോട്ടുള്ള പാച്ചിലിൽ നിന്ന് പറയാൻ പറ്റില്ല. കാരണം മുന്നോട്ട് എന്ന പാച്ചിൽ, മുന്നോട്ടെന്ന് പറയണമെങ്കിലും പിന്നോട്ടെന്ന് പറയണമെങ്കിലും വശങ്ങളിലേക്കെന്ന് പറയണമെങ്കിലും ഒക്കെ സമയമുണ്ടാകണം. അതുകൊണ്ട് എങ്ങോട്ട് എന്ന് കൃത്യമായി പറയാൻ പറ്റാത്ത അങ്ങോട്ടുള്ള പാച്ചിലിൽ ബോധത്തിനുണ്ടാകുന്ന രൂപാന്തരങ്ങൾ മാത്രമല്ലേ ഈ കാണുന്നതെല്ലാം. ഇവിടെ ഉള്ളത് എന്നെങ്കിലും മരിക്കുമോ? അതുകൊണ്ടാണ് കൃഷ്ണൻ അർജുനനോട് ഗീതയിലെ 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്, അല്ലയോ അർജുന, ഈ കാണുന്ന രാജാക്കന്മാരും ഞാനും നീയും എത്രയോ കാലം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്, ഇനിയും ഉണ്ടാകും. നമുക്ക് രൂപാന്തരം വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു നർത്തകി വേദിയിലേക്ക് വന്ന് ആശയവിനിമയം നടത്തുവാൻ തൻ്റെ കൈവിരലുകളെ യോജിപ്പിച്ച് മുദ്ര കാണിക്കുമ്പോൾ ആശയം വ്യക്തമാകുന്നു. അപ്പോൾ നമുക്ക് പറയാം മുദ്ര ജനിച്ചു എന്ന്. ആശയം വ്യക്തമാക്കി കഴിയുന്നത് വരെ ആ മുദ്രയെ നിലനിർത്തും. അതിൻ്റെ നിലനിൽപ്പ്, മെയിൻ്റെനൻസ്, സൃഷ്ടി, സ്ഥിതി. ആശയം വ്യക്തമാക്കി കഴിഞ്ഞാൽ മുദ്ര അഴിക്കും. അത് മരണം. അപ്പോൾ മുദ്ര ജനിക്കുകയും മരിക്കുകയും ചെയ്തു. ആശയം വ്യക്തമാക്കുവാൻ മുദ്രകളായി തീർന്ന വിരലുകൾ അപ്പോഴും അവശേഷിക്കുന്നു. അതുകൊണ്ട് മരണം എന്നൊരു സംഗതിയില്ല. ഈ സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, മരണത്തെ സസൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞാൽ മരണമെന്നൊന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ഞാൻ എന്നിപ്പം നമ്മൾ കരുതുന്നത് അത് ഈഗോ ആണ്. ആ കരുതുന്നത് ബുദ്ധിയുടെ ഒരു പ്രദർശനം മാത്രമാണ്. ബുദ്ധി ഈ വിവിധ ഓർഗനിസങ്ങളെ, വിവിധ അവയവങ്ങളെ കൂട്ടിഘടിപ്പിച്ച് നിലനിൽക്കുവാൻ വേണ്ടി ഉരുത്തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കൽപ്പന മാത്രമാണ് ഞാൻ എന്ന് നമ്മളിപ്പോൾ ഓരോരുത്തരും പറയുന്ന ആ ബോധം. അതില്ലായിരുന്നുവെങ്കിൽ, കാലിന് മുറിവ് പറ്റിയാൽ, കൈക്ക് മുറിവ് പറ്റിയാൽ, തല എവിടെയെങ്കിലും ഇടിച്ചാൽ നമ്മളൊന്നും ചെയ്യില്ല. അതില്ലായിരുന്നുവെങ്കിൽ. അതുള്ളത് കൊണ്ടാണ് കൈക്കും കാലിനും തലയ്ക്കും ഒക്കെ സംരക്ഷണം കിട്ടുന്നത്. ആ ഞാൻ ബ്രെയിൻ പ്രൊജക്റ്റ് ചെയ്യുന്ന, നമ്മളുടെ തലച്ചോറ് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു കൽപ്പന മാത്രമാണ്. ആ കൽപ്പനയാണ് താൻ എന്ന് വിചാരിക്കുന്നിടത്താണ്, ബ്രെയിൻ പ്രൊജക്റ്റ് ചെയ്യുന്ന ആ ഈഗോ ആണ് ഞാൻ എന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മളുടെ പ്രശ്നം. ആ ഞാനാണ് എന്ന് വിചാരിക്കാൻ കാരണം എന്താ? അൺഅവയർനെസ്, അവിദ്യ. എന്തിനെ കുറിച്ചിട്ടുള്ള അൺഅവയർനെസ്? നമ്മുടെ ഓരോരുത്തരുടെയും യാഥാർത്ഥ്യത്തെ കുറിച്ചിട്ടുള്ള അൺഅവയർനെസ്. ആ അൺഅവയർനെസ് ഉണ്ടാകുമ്പം ബുദ്ധി, ബോധം പ്രൊജക്റ്റ് ചെയ്യുന്ന കൽപ്പനയായ ഞാനാണ് ഞാൻ എന്ന് ധരിച്ചു പോകും. അതുകൊണ്ടാണ് ഞാൻ ശരീരവുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഞാൻ ശരീരമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്താൽ പോലും ശരീരത്തിനെ ഒന്ന് പരിശോധിച്ചാൽ അതിലെ അവയവങ്ങൾ എൻ്റെ മരണത്തിന് ശേഷവും നിലനിൽക്കുന്നുണ്ട്. എൻ്റെ തലച്ചോറ് എൻ്റെ മരണത്തിന് ശേഷം, അതായത് സർട്ടിഫിക്കറ്റിൽ ഞാൻ മരിച്ചു എന്ന് എഴുതി കഴിഞ്ഞാലും എൻ്റെ തലച്ചോറിന് ജീവിക്കാം എന്നാണ് ഇപ്പോൾ പറയുന്നത്. എൻ്റെ കണ്ണും
മറ്റ് പ്രധാനപ്പെട്ട അവയവങ്ങളുമെല്ലാം എനിക്ക് മരണാനന്തരം ദാനം ചെയ്യാം. മരിച്ച കണ്ണല്ല കൊടുക്കുന്നത്, ജീവന്റെ തുടിപ്പുള്ള കണ്ണാണ് കൊടുക്കുന്നത്. മരിച്ച ലിവറല്ല കൊടുക്കുന്നത്, മരിച്ച കിഡ്നികളല്ല കൊടുക്കുന്നത്, മരിച്ചയാളുടേതാണ്. അപ്പം ഇങ്ങനെ ഇതൊക്കെ കൂടെ ശരിയോ? മരിച്ചയാളുടെ കിഡ്നിക്ക് ജീവൻ ഉണ്ടാവുമോ? അപ്പം സത്യത്തിൽ ആരാ മരിച്ചത്? അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മരണത്തിൻ്റെ പൊരുളഴിഞ്ഞു കിട്ടും. മരണമില്ല. ഞാനും നിങ്ങളുമൊക്കെ മരിക്കാത്തവരാണ്. നമ്മൾ മിസ് ഐഡൻറ്റിഫൈ ചെയ്യാണ്. ശരിക്കുമുള്ള ബോധവുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതിന് പകരം അൺഅവയർനെസ് കാരണം ബുദ്ധി പ്രൊജക്റ്റ് ചെയ്യുന്ന കൽപ്പനയായ ഈഗോ, ഞാൻ, അതാണ് അസ്മിത, ഞാൻ എന്ന ഭാവത്തേക്ക് നമ്മൾ ട്യൂൺഡ് ഇൻ ചെയ്യുകയാണ്. അപ്പോൾ അവിദ്യയിൽ നിന്ന് അഹങ്കാരം ഉണ്ടാകുന്നു, ഞാൻ എന്ന ഭാവം ഉണ്ടാകുന്നു. അപ്പോൾ പിന്നെ എനിക്ക് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ഉണ്ടാകും. എനിക്ക് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആ വേണ്ടതും വേണ്ടാത്തതിനോടുമൊക്കെ അമിതമായിട്ടുള്ള ആസക്തി, അതാണ് ജീവിതത്തിനോടുള്ള ആസക്തി. അപ്പോൾ എനിക്ക് മരണഭയം ഉണ്ടാകും. ആ മരണഭയത്തിൻ്റെ വെപ്രാളത്തിൽ ഞാൻ വെന്റിലേറ്ററുകൾ കണ്ടുപിടിക്കും. ആ മരണഭയത്തിൻ്റെ വെപ്രാളത്തിൽ ഞാൻ മഹാമൃത്യുഞ്ജയ ഹോമ പുകകൾ കണ്ടുപിടിക്കും. ആ മരണഭയത്തിൻ്റെ വെപ്രാളത്തിൽ ഞാൻ ധന്വന്തരി ഹോമം കണ്ടുപിടിക്കും. അതൊക്കെ മരണഭയത്തിൻ്റെ ലക്ഷണങ്ങളാണ്. മരണഭയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആഗ്രഹമാണ്. മരണത്തെ സസൂക്ഷ്മമൊന്ന് പരിശോധിച്ചാൽ മരണം എന്നൊന്നില്ല, രൂപാന്തരം മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവാൻ കാരണം? അൺഅവയർനെസ്. അതാണ് ഇവിടെ പറഞ്ഞത്, അവിദ്യ. അവിദ്യ മൂലമുളവാകുന്ന ബന്ധങ്ങളും അങ്ങേക്കില്ല. കാരണം അങ്ങേക്ക് ബുദ്ധി പ്രൊജക്റ്റ് ചെയ്യുന്ന ഈഗോ ഇല്ല, ഞാൻ എന്ന ഭാവം ഇല്ല. അവിദ്യ മൂലമുളവാകുന്ന ബന്ധങ്ങളും അങ്ങേക്കില്ല. അതുകൊണ്ട് തന്നെ അവിടുന്ന് എപ്പോഴും നിർമ്മലൻ ആകുന്നു. അവിദ്യ അഹങ്കാരത്തെ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ബുദ്ധി ഉണ്ടാവും. അവിദ്യ പുരുഷൻ പ്രകൃതിയുമായിട്ട് ചേരുമ്പോൾ അവ്യക്തം ഉണ്ടാവുകയും ആ അവ്യക്തത്തിൽ നിന്ന് ബുദ്ധി ഉരുത്തിരിഞ്ഞു വരികയും ചെയ്യും. ബുദ്ധി അഹം എന്ന ഭാവത്തെ, അഹങ്കാരത്തെ ജനിപ്പിക്കുന്നു. അപ്പം ഇതൊന്നുമില്ല. സത്വരജസ്തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചിട്ടുണ്ടാകുന്ന അന്ധകരണങ്ങളില്ല, ഇന്ദ്രിയങ്ങളില്ല, പഞ്ചഭൂതങ്ങളില്ല, ഒന്നുമില്ല. അതുകൊണ്ട് അവിടുന്ന് എപ്പോഴും നിർമ്മലൻ ആകുന്നു. അതുകൊണ്ട് തന്നെ അവിടുന്ന് എപ്പോഴും നിർമ്മലനാകുന്നു. അങ്ങ് സർവവ്യാപിയും അപരിച്ഛിന്നവും ആകുന്നു. ആകാശം പോലെ എല്ലായിടത്തുമുള്ളയാളാണങ്ങ്. അപരിച്ഛിന്നമാണ്. അങ്ങയെ പരിച്ഛിന്നമാക്കാൻ ഒന്നിനും സാധ്യമല്ല. ആ പരമമായ ബോധത്തെ ഇട്ടാവട്ടത്തിലുള്ള ഈ ശരീരം കൊണ്ട് നമുക്ക് പരിമിതപ്പെടുത്താൻ സാധിക്കില്ല. ഒരു കുപ്പി, ആ കുപ്പിക്കകത്ത് ആകാശം, വേറെ ഒന്നുമില്ലെങ്കിൽ അതിൽ ആകാശമുണ്ടാകും. അപ്പം നമ്മൾ പറയും കുപ്പിക്ക് പുറത്തും കുപ്പിക്കകത്തും ആകാശമാണ്. ആ കുപ്പി ആകാശത്തെ പരിമിതപ്പെടുത്തിയില്ലേ എന്ന് നമ്മൾ ചോദിക്കും. പക്ഷെ സൂക്ഷ്മമായിട്ട് ആ കുപ്പിയെ ഒന്ന് പഠിച്ചു നോക്കൂ. അത് മോളിക്യൂൾസ് കൊണ്ടും ആറ്റം കൊണ്ടും ഉണ്ടാക്കപ്പെട്ടതാണ്. പലതരത്തിലുള്ള മോളിക്യൂൾസ് ചേർന്നിട്ടാണ് ആ കുപ്പി രൂപീകരിക്കപ്പെടുന്നത്. മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ആറ്റം ചേർന്നിട്ടാണ് മോളിക്യൂൾ ഉണ്ടാകുന്നത്. ആറ്റം എടുത്തൊന്ന് പരിശോധിച്ച് നോക്കൂ, അതിലെന്താ ഉള്ളത്? അതിൽ ശൂന്യതയാണുള്ളത്. അപ്പോൾ നമ്മൾ ശൂന്യമല്ല എന്ന് കാണുന്ന കുപ്പി പോലും സൂക്ഷ്മാവലോകനത്തിൽ ശൂന്യതയുടെ രൂപാന്തരമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ തിരിച്ചറിവുണ്ടാകുമ്പോൾ കുപ്പിക്കകത്തിരിക്കുന്ന ആകാശവും കുപ്പിക്ക് പുറത്തിരിക്കുന്ന ആകാശവും ഒന്ന് തന്നെയാണ്. അവയൊന്നാകാൻ കുപ്പി പൊട്ടേണ്ട ആവശ്യമില്ല. കുടം ഘടം പൊട്ടേണ്ട ആവശ്യമില്ല. ഘടാകാശവും ബഹിരാകാശവും ഒന്നാണ് എന്നറിയാൻ.
കാരണം സൂക്ഷ്മാവലോകനത്തിൽ ഈ കുപ്പി എന്ന് പറയുന്നത് തന്നെ ശൂന്യതയുടെ ഒരു രൂപാന്തരമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ അവിടുന്ന് അപരിച്ഛിന്നൻ, സർവവ്യാപിയും അപരിച്ഛിന്നനുമാകുന്നു. ശരീരമാകുന്ന ബൗണ്ടറി കൊണ്ട് പരിമിതമാക്കപ്പെടാവുന്നതല്ല ബോധം എന്ന തിരിച്ചറിവുണ്ടാകും. അതിന് ശരീരത്തെ പരിശോധിച്ചാൽ മതി. ശരീരത്തെ ഇതേപോലെ അതിസൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ അത് ബോധത്തിൻ്റെ രൂപാന്തരം തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ബോധം പരിമിതപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോഴും അത് അപരിമിതമായി തന്നെ നിലനിൽക്കുന്നു. അതുകൊണ്ട് അങ്ങ് സർവവ്യാപിയും അപരിച്ഛിന്നനുമാകുന്നു. ഒരാൾക്കും ഒരു കാലത്തും ആകാശത്തെ ചെറുതാക്കാൻ സാധിക്കില്ല. അതേപോലെ ഒരാൾക്കും ഒരു കാലത്തും ബോധത്തെ പരിമിതപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ ഈ പരിമിതമാണെന്നൊക്കെ ഉള്ള ധാരണയോ അതൊരു കേളി മാത്രം ആണ്.